മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. കൊട്ടേഷൻ കോസ്റ്റ് ഷീറ്റിലെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ആണ് കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്നും ഈ ക്ലാസ്സിലും അത് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് സമയമൊന്നും വേറൊന്നും ഡിസ്കസ് ചെയ്യാനില്ല, നേരിട്ട് പ്രോബ്ലത്തിലേക്ക് പോവാം. പേജ് നമ്പർ 309, ഇല്ലസ്ട്രേഷൻ 25. ക്വസ്റ്റ്യൻ വായിക്കാം, കുട്ടികൾ ശ്രദ്ധിക്കുക. The managing director of a manufacturing concern consults you as to the minimum price at which he can sell the output of one of the departments of the company which is intended for mass production in future. The company's records show the following particulars for this department for the past year. Production and sales 100 യൂണിറ്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. 100 യൂണിറ്റ്സിനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ മെറ്റീരിയൽസ് 26,000, ഡയറക്റ്റ് ലേബർ 14,000, ഡയറക്റ്റ് ചാർജസ് 2,000, വർക്ക്സ് ഓവർഹെഡ് 14,000, ഓഫീസ് ഓവർഹെഡ്സ് 5,600, സെല്ലിംഗ് ഓവർഹെഡ്സ് 6,400, പ്രോഫിറ്റ്സ് 10,000, ടോട്ടൽ 78,000. ഇനി അടുത്ത പാരഗ്രാഫായിട്ട് പറയുന്നു, യു അസർട്ടൈൻ ദാറ്റ് 40% ഓഫ് ദ വർക്ക്സ് ഓവർഹെഡ് ഫ്ലക്ച്വേറ്റഡ് ഡയറക്ട്ലി വിത്ത് പ്രൊഡക്ഷൻ ആൻഡ് 70% ഓഫ് ദ സെല്ലിംഗ് ഓവർഹെഡ് ഫ്ലക്ച്വേറ്റ്സ് വിത്ത് സെയിൽസ്. It is anticipated that department would produce 500 units per annum and that direct labor charges per unit will be reduced by 20%, while fixed works overhead charges will increase by 6,000. Office overhead and fixed selling overhead charges are anticipated to show increase of 25%, but otherwise no changes are expected. Prepare a statement for submission to your client. അപ്പോൾ ഇത് ക്ലയൻറ്റിനെ സബ്മിറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ നമ്മൾ ഇതേപോലത്തെ സമാന ക്വസ്റ്റ്യൻസ് നേരത്തെ ചെയ്തിട്ടുണ്ട്. എങ്കിലും നമുക്ക് ഈ ക്വസ്റ്റ്യൻ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഷീറ്റിലേക്ക് പോകാം. ആദ്യത്തെ കോസ്റ്റ് ഷീറ്റ് കൊട്ടേഷൻ അല്ല, ആദ്യത്തെ കോസ്റ്റ് ഷീറ്റാണ്. ആദ്യത്തെ കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് വെച്ച് വരയ്ക്കുന്ന കോസ്റ്റ് ഷീറ്റാണ്. അപ്പോൾ ആദ്യം മെറ്റീരിയൽസ്. മെറ്റീരിയൽസാണ് ആദ്യം. മെറ്റീരിയൽസിൽ 26,000 ആണ്. അപ്പോൾ അതിൻ്റെ 26,000 ആണ് എമൗണ്ട് വരുന്നത്. ഇതിൻ്റെ ഈ ഔട്ട്പുട്ട് വേണമെങ്കിൽ ഇവിടെ എഴുതാം കേട്ടോ. യൂണിറ്റ്സ് 100 യൂണിറ്റാണ്. അപ്പോൾ പെർ യൂണിറ്റിലേക്ക് എഴുതുമ്പോൾ നമുക്കറിയാലോ 260. മെറ്റീരിയൽസ് കഴിഞ്ഞാൽ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഡയറക്റ്റ് ലേബർ. ഡയറക്റ്റ് ലേബറാണ്. ഡയറക്റ്റ് ലേബർ 14,000, 14,000. അടുത്ത ഡയറക്റ്റ് ചാർജസ് 2,000. പൂജ്യം 10 12 ബാക്കി 1 420.
43 42,000 and 420. ഇതാണ് പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റ് എന്നുള്ള പേര് കൊടുക്കുക. പ്രൈം കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് ആഡ് ഫാക്ടറി ഓവർഹെഡ്സ്. നമുക്ക് തന്നിട്ടുള്ള പേര് എഴുതുക എന്നുള്ളതാണ്. നമുക്ക് തന്നിട്ടുള്ള പേര് വർക്ക്സ് ഓവർഹെഡ് എന്നാണ്. അപ്പോൾ അങ്ങനെ എഴുതിയാൽ മതി. ആഡ് വർക്ക്സ് ഓവർഹെഡ്. വർക്ക്സ് ഓവർഹെഡ് ആണ്. വർക്ക്സ് ഓവർഹെഡ് നമുക്ക് 14,000. $140 140 കിട്ടിക്കഴിഞ്ഞാൽ അത് അണ്ടർലൈൻ ചെയ്യാം, അത് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പേരാണ് വർക്ക്സ് ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ വർക്ക്സ് കോസ്റ്റ്. വർക്ക്സ് കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഇതിന് നമുക്ക് തന്നിട്ടുള്ള പേര് എന്താണെന്ന് നോക്കുക. നമുക്ക് തന്നിട്ടുള്ള പേര് ഓഫീസ് ഓവർഹെഡ്സ് എന്നാണ്. അപ്പോൾ അത് എഴുതി വയ്ക്കുക. ഓഫീസ് ഓവർഹെഡ്സ്. ഓഫീസ് ഓവർഹെഡ്സ് നമുക്ക് തന്നിട്ടുള്ളത് 5,600 ആണ്. ഓഫീസ് ഓവർഹെഡ്സ് 5,600. 5,600 ആണ്. അപ്പോൾ ഇവിടെ 56 രൂപ. 56 രൂപ. ഇത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡാണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള പേരെന്താണെങ്കിൽ അത് എഴുതാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് സെല്ലിംഗ് ഓവർഹെഡ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 6,400 ആണ്. അപ്പോൾ അത് എഴുതി വയ്ക്കുക. സെല്ലിംഗ് ഓവർഹെഡ്. സെല്ലിംഗ് ഓവർഹെഡ്സ് 6,400. 6,400. ഒന്ന് 8 68,000. ഇതിനെയാണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയാം. അപ്പം അതിന് പേര് കൊടുക്കുക. ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആഡ് ചെയ്യാം. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് കിട്ടും. അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എഴുതി ഡിഡക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡിഫറൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ്. ഇവിടെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. 10,000 റുപ്പീസാണ് പ്രോഫിറ്റ്. അപ്പോൾ അടുത്തത് പ്രോഫിറ്റ് എന്ന് എഴുതുക. പ്രോഫിറ്റ് എന്ന് എഴുതാം. ഇവിടെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 100 കിട്ടുക. പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ആഡ് ചെയ്താൽ സെല്ലിംഗ് പ്രൈസായി.
780 രൂപയാണ് പെർ യൂണിറ്റ് വാല്യൂ. $78,780 പെർ യൂണിറ്റ്. ഇതാണ് സെയിൽസ് വാല്യൂ, സെയിൽസ് അല്ലെ സെയിൽസ് പ്രൈസ്. സെയിൽസ് എന്നാണ് നമുക്ക് പറയേണ്ടത്, സെയിൽസ് പ്രൈസ് എന്ന് പറയില്ല. കാരണം പെർ യൂണിറ്റ് കൂടി ഉള്ള കാരണം കൊണ്ടാണ് ഞാൻ സെയിൽസ് പ്രൈസ് എന്ന് പറയുന്നത്. ടോട്ടൽ എമൗണ്ടിനെ എപ്പോഴും നമുക്ക് സെയിൽസ് എന്ന് പറയാനേ സാധിക്കുള്ളൂ. ഇനി വേണമെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് കണ്ടുവയ്ക്കാവുന്നൊരു കാര്യമാണ്. ഇതിൽ പ്രോഫിറ്റ് തന്നിട്ടുണ്ട് 10,000 രൂപ. അപ്പോൾ നമുക്ക് അടുത്ത ബേസ് കോസ്റ്റ് ഷീറ്റ് ചെയ്യുമ്പോൾ ഈ പ്രോഫിറ്റിൻ്റെ സെയിം പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് വേണമെന്നുള്ള കാരണം കൊണ്ട് പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് ഒന്ന് കണ്ടുവയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിനെങ്ങനെയാണ് നിങ്ങൾ വർക്കിംഗ് നോട്ട് പ്രൊവൈഡ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ തൽക്കാലം സൈഡിൽ എഴുതുന്നുണ്ട്. ദാറ്റ് ഈസ് പെർസെൻറ്റേജ് ഓഫ്, ഞാൻ എളുപ്പവഴിക്കാണ് എഴുതുന്നത്, പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് എത്രയാണ് 10,000 ഡിവൈഡഡ് ബൈ കോസ്റ്റ് എത്രയാണ് 68,000 ഹോൾ ഇൻറ്റു 100. ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ അവിടെ നമുക്കറിയാം 14.71%. 14.71%. ഇത്രയാണ് വരുന്നത് കേട്ടോ. 14.71%. ഞാനിതിപ്പോൾ കാണാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വർക്കിംഗ് നോട്ടിൽ കുട്ടികൾ എഴുതി വയ്ക്കുക ഈ ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ തന്നെ. ഈ ക്വസ്റ്റ്യൻ നോട്ടിൽ പകർത്തിയതിന് ശേഷം, ബേസ് കോസ്റ്റ് ഷീറ്റ് പകർത്തിയതിന് ശേഷം തൊട്ട് താഴെ തന്നെ ഇത് വർക്കിംഗ് നോട്ടിൽ എഴുതി പ്രിപ്പയർ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഈ പെർസെൻറ്റേജ് അടുത്ത കൊട്ടേഷൻ കോസ്റ്റ് ഷീറ്റ് വരയ്ക്കുമ്പോൾ ഈ പെർസെൻറ്റേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. അതെന്തിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്താൽ മതി? കോസ്റ്റിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്താൽ മതി. കോസ്റ്റിൻ്റെ മുകളിൽ ഈ പെർസെൻറ്റേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടും. പ്രോഫിറ്റ് കൂട്ടിയാലാണ് നമുക്ക് എന്ത് കിട്ടുക? സെയിൽസിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വർക്കിംഗ് നോട്ടിൽ എഴുതി വെക്കണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബോർഡ് ക്ലീൻ ചെയ്തിട്ട് എന്ത് വരയ്ക്കാം? കൊട്ടേഷൻ കോസ്റ്റ് ഷീറ്റ് വരയ്ക്കാം. അപ്പോൾ അവിടെ കൊട്ടേഷൻ കോസ്റ്റ് ഷീറ്റിൽ ടെൻഡർ കോസ്റ്റ് ഷീറ്റ് എന്നുള്ള പേരിൽ കോസ്റ്റ് ഷീറ്റ് വരച്ചിട്ടുണ്ട്. യൂണിറ്റ്സ് 500 യൂണിറ്റ്സ് ആണ് ടോട്ടല്. ഞാനിവിടെ ടോട്ടൽ കോളം മാത്രമേ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. പെർ യൂണിറ്റ് കോളം പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാൻ നിർബന്ധമില്ല കേട്ടോ. ഇപ്പോൾ നമുക്ക് നേരിട്ട് അതിൻ്റെ 500 യൂണിറ്റിലേക്ക് പോകാം. ആദ്യം മെറ്റീരിയൽസ്. മെറ്റീരിയൽസ് ആണ്. മെറ്റീരിയൽസ് നമ്മുടെ കഴിഞ്ഞ ക്വസ്റ്റ്യനിലെ പെർ യൂണിറ്റ് നോക്കുക, 260 രൂപയാണ് ഒരു യൂണിറ്റിന്. അപ്പോൾ അവിടെ 260 ഇൻറ്റു 500. ഇതിങ്ങനെ എഴുതാതെ പെർ യൂണിറ്റ് എഴുതി മൾട്ടിപ്ലൈ ചെയ്ത് അപ്പുറത്ത് എഴുതിയോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിൽ ചില ഐറ്റത്തിന് വ്യത്യാസം വരുന്ന ആയതുകൊണ്ടാണ് ഇവിടെ എഴുതുന്ന മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ലേബറുടെ കേസിൽ അത് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് 1,30,000. നേരിട്ട് എഴുതാം, 1,30,000. അടുത്തത് ഡയറക്റ്റ് ലേബറാണ്. ഡയറക്റ്റ് ലേബറിൻ്റെ കേസിൽ ഒരു ചേഞ്ച് പറയുന്നുണ്ട്. അതായത് ഫ്യൂച്ചറിലേക്ക് വരുന്നൊരു ചേഞ്ചാണ്. അതായത് 500 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ 500 യൂണിറ്റ്സിലേക്ക് പ്രൊഡക്ഷൻ കൂട്ടുകയാണെങ്കിൽ ഡയറക്റ്റ് ലേബർ ചാർജസ് 20% റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ 20% കുറയും, അത്ര തന്നെ. വേറെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ അവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെ റേറ്റ് എന്ന് പറയുന്നത് 140 റുപ്പീസാണ്. 140 നിന്ന് 20% അല്ലേ, 20% മൈനസ് 20% ആണ് വരിക. അപ്പോൾ 140 നിന്ന് മൈനസ് 20% എന്ന് പറയുമ്പോൾ നമ്മുടെ എഴുതാൻ സ്പേസ് കുറവാണ്. കുറച്ച് ഇങ്ങോട്ട് നീക്കി എഴുതുന്നുണ്ട്. ഡയറക്റ്റ് ലേബർ 140 മൈനസ് 20%.
140-ൻ്റെ 10% എന്ന് പറയുമ്പോൾ 14, 20% എന്ന് പറഞ്ഞാൽ 28. 140-ൽ നിന്ന് 28 പോയി കഴിഞ്ഞാൽ 140-ൽ നിന്ന് 20 പോയി കഴിഞ്ഞാൽ 120, 8 പോയി കഴിഞ്ഞാൽ 112. 112 ഇൻറ്റു 500. അപ്പോൾ ഇത് കിട്ടിയത് കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻറ്റു 500 എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം 500 യൂണിറ്റാണ്. 112 ഇൻറ്റു 500 56,000. അപ്പോൾ 56,000. അടുത്തത് ഡയറക്റ്റ് ലേബർ കഴിഞ്ഞ ഒരു ഐറ്റം കൂടി ഉണ്ട്, ഡയറക്റ്റ് ചാർജസ്. ഡയറക്റ്റ് ചാർജസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പെൻസസിനെയാണ്. അതിന് പറയുന്ന മറ്റൊരു പേര് അത്രയേ ഉള്ളൂ, ഡയറക്റ്റ് ചാർജസ്. ഡയറക്റ്റ് ചാർജസിൽ മാറ്റമൊന്നുമില്ല, ആൻറ്റിസിപ്പേറ്റഡ് ചേഞ്ചസ് ഒന്നും തന്നെ ഇല്ല. 20 രൂപയാണ് കഴിഞ്ഞ ബാലൻസ് ഷീറ്റിൽ. 20 ഇൻറ്റു 500 10,000, 10,000. ഡിവൈഡ് 9, 1,96,000. ഇതാണ് പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആഡ്, നേരത്തെ നമുക്കറിയാം വർക്ക്സ് ഓവർഹെഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെയും വർക്ക്സ് ഓവർഹെഡ് ആണ്. വർക്ക്സ് ഓവർഹെഡ് എങ്ങനെയാണ്? വർക്ക്സ് ഓവർഹെഡിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഫിക്സഡും വേരിയബിളാണ് പറയുന്നത്. അതിൽ നേരത്തെ വർക്ക്സ് കോസ്റ്റ് എന്ന് അങ്ങനെ പറഞ്ഞു. പക്ഷെ ഇവിടെ you ascertain that 40% of works overhead fluctuated directly with production and 70% of selling overhead fluctuated with the sales. അപ്പോൾ ഇവിടെ 40% എന്ത് ചെയ്യുന്നു? ഫ്ലക്ച്വേറ്റഡ് ആണ്, വേരിയബിൾ കോസ്റ്റ് ആണ്. അപ്പോൾ വർക്ക്സ് ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വർക്ക്സ് ഓവർഹെഡ് ഫിക്സഡ് 40% വേരിയബിൾ ആണെങ്കിൽ ഫിക്സഡ് 60% ആണ്. നേരത്തെ വർക്ക്സ് ഓവർഹെഡ് എത്രയാണ്? നേരത്തെ വർക്ക്സ് ഓവർഹെഡ് എന്ന് പറയുന്നത് 14,000 റുപ്പീസാണ്, 14,000 ആണ്. ഈ 14,000-ൻ്റെ 60%. അപ്പോൾ ഇവിടെ 0, 0, 8,400, 8,400 ഇവിടെ എഴുതുന്നുണ്ട്. ഫിക്സഡ് ഇറ്റ് ഈസ് കോൺസ്റ്റന്റ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് ആക്ടിവിറ്റീസ് ആണ്. അടുത്തത് വേരിയബിൾസ് ആണ്. 14,000-ൻ്റെ 40%. ഇത് കുറച്ചാൽ മതി. ഇവിടെ 0, 0, 5,600. 5,600 എന്ന് പറയുന്ന വേരിയബിൾ കോസ്റ്റ് 100 യൂണിറ്റ് ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 100. അപ്പോൾ 1 യൂണിറ്റിൻ്റെ കിട്ടും. ഇൻറ്റു 500, അപ്പോൾ 500 യൂണിറ്റിൻ്റെ കിട്ടും. 5,600 ഡിവൈഡ് ബൈ 100 എന്ന് പറയുമ്പോൾ 56 അല്ലേ? 56-നെ 100 കൊണ്ട് 56-നെ 500 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 28,000 ആണ് കിട്ടുക. 28,000. ഇവിടെ 28,000 ആണ് കിട്ടുക. ഇവിടെ ഒരു കാര്യമുണ്ട് കേട്ടോ, അവിടെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഈ ഫിക്സഡിന് ഒരു ഇൻക്രീസ് വരുന്നുണ്ട്, നമ്മൾ കണക്കാക്കിയിട്ടില്ല. 8,400 നമ്മളവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അതിന് താഴെ വൈൽ ഫിക്സഡ് വർക്ക്സ് ഓവർഹെഡ് ചാർജസ് വിൽ ഇൻക്രീസ് ബൈ 6% എന്ന് പറയുന്നുണ്ട്. ഇത് 6,000 രൂപ ഇൻക്രീസ് ചെയ്യും അല്ലേ? പ്ലസ് 6,000. ഇവിടെ ഇൻറ്റു 500, അതായത് ഇത് 1 യൂണിറ്റിൻ്റെ ഇൻറ്റു 500. അപ്പോൾ 6,000 രൂപ കൂടി കഴിയുമ്പോൾ 2, 10, 14,400 വരും ഇവിടെ കേട്ടോ. അത് കുട്ടികളൊന്ന് നോട്ട് ചെയ്യാം. 14,400 ശരിയാണോ നോക്കാം നമുക്ക്. 14,400 തന്നെയാണ്.
ഇപ്പോൾ ഇവിടെ വർക്ക്സ് ഓവർ ഹെഡ് 0 0 4 1 4 42,400 വരിക. അത് ആഡ് ചെയ്യുക. രണ്ട് 38,400 നമ്മുടെ വർക്ക്സ് കോസ്റ്റ്. വർക്ക്സ് കോസ്റ്റിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ആഡ് ഓഫീസ് ഓവർഹെഡ്. ഓഫീസ് ഓവർഹെഡ്സ് നമുക്ക് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. കുട്ടികൾ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. ഓഫീസ് ഓവർഹെഡ് ആൻഡ് ഫിക്സഡ് സെല്ലിംഗ് ഓവർഹെഡ് ചാർജസ് ആർ ആൻറ്റിസിപ്പേറ്റഡ് ടു ഷോ ഇൻക്രീസ് ഓഫ് 25%. മനസ്സിലായല്ലോ? അതായത് ഫിക്സഡ് ഓവർഹെഡ് ചാർജസ് ഇൻക്രീസ് ബൈ 6,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഫീസ് ഓവർഹെഡും അതുപോലെ തന്നെ ഫിക്സഡ് സെല്ലിംഗ് എക്സ്പെൻസസൊക്കെ 25% ഇൻക്രീസ് ചെയ്യും. 25% എന്ന് പറയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഓഫീസ് ഓവർഹെഡ് എത്രയാണ്? കഴിഞ്ഞ ഓഫീസ് ഓവർഹെഡ് 5,600 ആണ്. അപ്പോൾ ഇവിടെ 5,600 പ്ലസ് 25%. 5,600ൻ്റെ 560 560 അതിൻ്റെ പകുതി അല്ലേ? അപ്പോൾ വരുമ്പോൾ 7,000 റുപ്പീസാണ് വരിക. 7,000 റുപ്പീസ്. അതിവിടെ എഴുതുക 7,000. ഇവിടെ 0 0 4 2 16 15 5 ബാക്കി 1 4 2 2,45,400. 2,45,400 നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതിനോടുകൂടി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോടുകൂടി ആഡ് സെല്ലിംഗ് ഓവർഹെഡ്സ്. സെല്ലിംഗ് ഓവർഹെഡ്സിൽ ഈ പറഞ്ഞ പോലെ ഫിക്സഡും അതുപോലെ തന്നെ വേരിയബിളൊക്കെ ഉണ്ട്. സെല്ലിംഗ് ഓവർഹെഡ് 70% ഓഫ് ദി സെല്ലിംഗ് ഓവർഹെഡ് ഫ്ലക്ച്വേറ്റഡ് വിത്ത് സെയിൽസ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് എത്രയാ? ഫിക്സഡ് 30% ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഫിക്സഡ് എഴുതുന്നു. നേരത്തെ ഫിക്സഡ് എഴുതുമ്പോൾ 25% ഇൻക്രീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ സെല്ലിംഗ് ഓവർഹെഡ് 6,400 ആണ്. 6,400 ഇൻറ്റു 30/100. അപ്പോൾ എത്ര വരിക? 640 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 0 1920. 1920. ഈ 1920 പ്ലസ് 25%. അങ്ങനെയാണ് വരിക. 1920 പ്ലസ് 25%. 1,920 ആണ് ഫിക്സഡ് ഓവർഹെഡിൻ്റെ എമൗണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ. അതായത് 30% വെച്ച് നോക്കുമ്പോൾ. പക്ഷേ അതിൻ്റെ കൂടെ 25% ഫിക്സഡിൻ്റെ കൂടെ ഇൻക്രീസ് വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2,400. 2,400. അടുത്തത് വേരിയബിൾ. വേരിയബിള് ഇതേപോലെ തന്നെ എന്താണ്? 6,400 ഇൻറ്റു 70/100. 0 0 2 44,80. ഇനി എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ ഇത് 100 തന്നെ. ഡിവൈഡ് ബൈ 100 എന്ന് പറയുമ്പോൾ 44 രൂപ 80 പൈസ ഇൻറ്റു 500. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 500 യൂണിറ്റിൻ്റെ എമൗണ്ട് കിട്ടും. ദാറ്റ് ഈസ് 22,400. കുട്ടികളതിൻ്റെ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. 22,400 ഞാനിവിടെ ചെക്ക് ചെയ്യാതെയാണ് എഴുതുന്നത്.
22,400. ഇപ്പോൾ ഇവിടെ 0, 0, 8, 4, 2,70,200. 2,70,200 നമ്മുടെ ടോട്ടൽ കോസ്റ്റ്. ഇതാണ് ടോട്ടൽ കോസ്റ്റ്. ഇനി നേരത്തെ നമ്മൾ ചെയ്തു വെച്ച വർക്കിംഗ് നോട്ടിലെ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് നോക്കുക, അത് അപ്ലൈ ചെയ്യാം. ആദ്യം തന്നെ പ്രോഫിറ്റ് എന്ന് എഴുതിയിട്ട് കോസ്റ്റിൻ്റെ മുകളിലാണല്ലോ, കോസ്റ്റ് 2,70,200 ഞാൻ കോമ ഇടുന്നില്ല, കോമ ഇട്ട ഇൻറ്റു എത്ര ശതമാനം നേരത്തെ കണ്ടുവച്ച പ്രോഫിറ്റ് എത്രയാണ്? 14.71, 14.71%. ചെറിയ ഡെസിമൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വേണ്ടി വരും. 14.71 ഡിവൈഡ് ബൈ 100. അപ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 39,746. 39,746. കുട്ടികൾ ചെക്ക് ചെയ്യാം കേട്ടോ. 6, 4, 9, 9, 3,09,946. ഇതാണ് നമ്മുടെ സെയിൽസ് 500 യൂണിറ്റിൻ്റെ സെയിൽസാണ്. അപ്പോൾ ഇവിടെ ഇതൊക്കെ ഫിക്സഡ് വേരിയബിൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഓൾറെഡി പഠിച്ചതാണ്, എങ്കിലും ഞാനൊന്നുകൂടി ചെയ്തു എന്ന് മാത്രം. പ്രോഫിറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് പഠിച്ചതാണ്. ഇപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഒരു അഡീഷണൽ കാര്യമൊന്നും പഠിക്കാനില്ല, എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ചെറിയൊരു എക്സാമിനൊക്കെ വരാൻ പറ്റുന്നൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേജ് നമ്പർ 315, 7th ക്വസ്റ്റ്യൻ ആണ്. ചെറിയൊരു നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു വ്യത്യാസമുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ വ്യത്യാസം കാണുമ്പോൾ മാത്രമേ ഉള്ളൂ, വർക്ക് ചെയ്യുമ്പോൾ ഇല്ല. ക്വസ്റ്റ്യൻ വായിക്കാം. ദ ഫോളോയിങ് ഈസ് ദ സമ്മറൈസ്ഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ഹിന്ദുസ്ഥാൻ ഇലക്ട്രിക് കമ്പനി ഫോർ ദ ഇയർ എൻഡഡ് 31st March 2020. 1,600 electric fans were manufactured and sold by the company during this year. ഇനി ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് തന്നിട്ടുള്ളത്. 31st March 2020 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഡെബിറ്റ് സൈഡിൽ മെറ്റീരിയൽസ് കൺസ്യൂംഡ്, വേജസ്, മാനുഫാക്ചറിങ് എക്സ്പെൻസ്, ബൈ സൈഡിൽ സെയിൽസ്. അപ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നു. ഗ്രോസ് പ്രോഫിറ്റ് സാധാരണ ഒരു P&L അക്കൗണ്ട് പോലെ തന്നെ, ട്രേഡിംഗ് P&L അക്കൗണ്ട് പോലെ തന്നെ. ദെൻ ആ ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, ബൈ സൈഡിലേക്ക്. ദെൻ എല്ലാ എക്സ്പെൻസുകളും ഡെബിറ്റ് ചെയ്യുന്നു. ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഓഫീസ് സാലറീസ്, റെൻ്റ് ആൻഡ് റേറ്റ്സ്, സെല്ലിംഗ് എക്സ്പെൻസ്, ജനറൽ എക്സ്പെൻസ് ഒക്കെ ഡെബിറ്റ് ചെയ്യുന്നു. ദെൻ അത് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് തന്നിരിക്കുന്നു. നെറ്റ് പ്രോഫിറ്റ് 24,000 റുപ്പീസാണ് നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുള്ളത്. The following estimates were made by the costing department of the company for the next year. 1. The output and sales will be 2,000 electric fans. മനസ്സിലായാലും അടുത്ത വർഷത്തേക്കുള്ള എസ്റ്റിമേറ്റ്സ് ആണ് കമ്പനി തന്നിട്ടുള്ളത്. നമ്മുടെ ഔട്ട്പുട്ട് 2,000 ഇലക്ട്രിക് ഫാൻസ് ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. The price of materials will rise by 25% on the previous year's level. മെറ്റീരിയൽസ് പ്രൈസ് 25% ഇൻക്രീസ് ചെയ്യുന്നു കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലായിട്ട്. 3rd point, wages during this period will rise by 12.5%. 12% വേജസ് ഇൻക്രീസ് ചെയ്യുന്നു. 4. മാനുഫാക്ചറിങ് എക്സ്പെൻസസ് വിൽ റൈസ് ഇൻ പ്രൊപ്പോർഷൻ ടു ദ കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് വേജസ്. മാനുഫാക്ചറിങ് എക്സ്പെൻസ് കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് വേജസ് എന്നുള്ള പ്രൊപ്പോർഷനിൽ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. 5ാമത്തെ പോയിൻ്റ്, സെല്ലിംഗ് എക്സ്പെൻസസ് പെർ യൂണിറ്റ് വിൽ റിമെയിൻ അൺചേഞ്ച്ഡ്. സെല്ലിംഗ് എക്സ്പെൻസ് അൺചേഞ്ച്ഡ് ആയിട്ട് നിൽക്കുന്നു.
ആറാമത്തെ പോയിൻ്റ്, അതർ എക്സ്പെൻസസ് വിൽ റിമെയിൻ അൺഅഫക്റ്റഡ് ബൈ ദ റൈസ് ഇൻ ഔട്ട്പുട്ട്. മറ്റ് എക്സ്പെൻസുകളൊന്നും തന്നെ റൈസ് ഇൻ ഔട്ട്പുട്ടിനനുസരിച്ച് വേരിയേഷൻ വരാത്ത എക്സ്പെൻസസ് ആണ്. പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ പ്രൈസ് അറ്റ് വിച്ച് ഈച്ച് ഇലക്ട്രിക് ഫാൻ വുഡ് ബി സോൾഡ് as to ensure a net profit of 10% on the cost price. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരു വ്യത്യാസമുള്ള കാരണം കൊണ്ട് നമുക്ക് തന്നിട്ടുള്ള ഫ്രെയിമിൽ അല്ലെങ്കിൽ സാധാരണ തരുന്ന പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നിട്ടുള്ള കാരണം കൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ കൂടി നമുക്കിവിടെ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതലായി എങ്കിലും ഈ ക്വസ്റ്റ്യൻ കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏറെക്കുറെ ഇത് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് കടക്കേണ്ടി വരും. ഇനിയും ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്യണമെന്ന് തോന്നുന്നു, പക്ഷേ ഏറെക്കുറെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പതിവ് പോലെ തന്നെ കോസ്റ്റ് ഷീറ്റാണ് വരച്ച് വെച്ചിട്ടുള്ളത്. ബേസ് കോസ്റ്റ് ഷീറ്റാണ്, 1600 ഫാൻസിൻ്റെയാണ്. ഈ ക്വസ്റ്റ്യൻ നമുക്കറിയാം ഒരു ചേഞ്ച് ഉണ്ട്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. അപ്പോൾ അതിൽ വലിയ വ്യത്യാസമില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് എടുത്താൽ മതി. നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇത് വർക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, മെറ്റീരിയൽസ് എടുക്കുക. സാധാരണ പോലെ തന്നെ നമ്മളിത് പ്രിപ്പയർ ചെയ്യുക. മെറ്റീരിയൽസ് എടുക്കുക. മെറ്റീരിയൽസ് ടോട്ടൽ 64,000 ആണ്. ഇതോടെ എഴുതാം. ഈ 64,000-നെ 1600 ആണ് നമ്മുടെ നമ്പർ ഓഫ് യൂണിറ്റ്സ്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഒരു യൂണിറ്റിന് 40 രൂപയാണ് വരിക. ഒരു യൂണിറ്റിന് 40 രൂപ. മെറ്റീരിയൽസ് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഡയറക്റ്റ് വേജസ്. ഞാൻ ക്വസ്റ്റ്യനിലുള്ള പോലെ എഴുതുന്നു മാത്രം കേട്ടോ. ഡയറക്റ്റ് വേജസ് ആണ്, വേജസ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. 96,000. അത് 1600 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 60 റുപ്പീസാണ് വരുന്നത്, 60 രൂപ. $1,60,000, 1,60,000 രൂപ. ദെൻ പെർ യൂണിറ്റ് 100 റുപ്പീസ്. അതിനെ പേര് കൊടുക്കുക പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റിനോട് കൂടി ആഡ് ഫാക്ടറി ഓവർഹെഡ്സ്. നമുക്ക് തന്നിട്ടുള്ളതാണ് എഴുതേണ്ടത്. നമുക്ക് തന്നിട്ടുള്ള മാനുഫാക്ചറിങ് എക്സ്പെൻസസ് എന്നുള്ള ഹെഡിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. മാനുഫാക്ചറിങ് എക്സ്പെൻസ് ആണ് അതിലുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെ എഴുതാം. ആഡ് മാനുഫാക്ചറിങ് എക്സ്പെൻസസ് എത്രയാണ്? മാനുഫാക്ചറിങ് എക്സ്പെൻസസ് 40,000, 40,000. അതിനെ 1600 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 25 റുപ്പീസ് വരും.
അപ്പോൾ അതിനെ വർക്ക്സ് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ്. ഫാക്ടറി കോസ്റ്റ് ആണ് 2 lakhs. ദെൻ അടുത്തത് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. ആഡ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സ് ആണ്. അഡ്മിനിസ്ട്രേഷൻ ഇതിൽ കുറച്ച് എക്സ്പെൻസുകൾ ഉണ്ട്, 2-3 എക്സ്പെൻസുള്ള ഒന്നിച്ചല്ല തന്നിട്ടുള്ളത്. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് എഴുതണം. സാലറീസ്, റെൻ്റ് ആൻഡ് റേറ്റ്സ്, ജനറൽ എക്സ്പെൻസസ്. അപ്പോൾ ആദ്യം സാലറീസ് 48,000. Then rent and rates 8,000. General expenses 24,000. അപ്പോൾ ഇവിടെ 0,0,0,2 80,000 ആണ്. 80,000-നെ 1,600 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഫാന് 50 രൂപ. റേറ്റ് പെർ യൂണിറ്റ് 50. ഇനി അത് ആഡ് ചെയ്യാം. 2,80,000. ഇവിടെ 5,1. ഇതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി അതിൻ്റെ വർക്ക് ഫിനിഷ്ഡ് ഗുഡ്സ് ആയി കഴിഞ്ഞു. ഫിനിഷ്ഡ് ഗുഡ്സ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് സെല്ലിംഗ് എക്സ്പെൻസ് ആണ്. ആ സെല്ലിംഗ് എക്സ്പെൻസ് തന്നിട്ടുള്ളത് നോക്കുക. എത്രയാണ് സെല്ലിംഗ് എക്സ്പെൻസസ് നമുക്ക് തന്നിട്ടുള്ളതെന്ന് നോക്കുക. സെല്ലിംഗ് എക്സ്പെൻസസ് തന്നിട്ടുള്ളത് 16,000 ആണ്. ജനറൽ എക്സ്പെൻസ് 24,000, 16,000 ആണ് സെല്ലിംഗ് എക്സ്പെൻസ് തന്നിട്ടുള്ളത്. അത് എഴുതുക. സെല്ലിംഗ് എക്സ്പെൻസസ് ആഡ് $16,000 ആണ് തന്നിട്ടുള്ളത് നമ്മുടെ സെല്ലിംഗ് എക്സ്പെൻസ്. അപ്പോൾ ഇവിടെ 10,600 യൂണിറ്റ്സ് അല്ലേ? 0. $185 and 2,96,000. ഇതാണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ്. ഇപ്പോൾ ടോട്ടൽ കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത കാര്യമെന്ന് പറയുന്നത്, ഇപ്പം ഇതിൽ നമുക്ക് സെയിൽസ് തന്നിട്ടുണ്ട്, പ്രോഫിറ്റും നമുക്ക് തന്നിട്ടുണ്ട്. സെയിൽസ് 3,20 ഉണ്ട്, പ്രോഫിറ്റ് 24,000 ഉണ്ട്. കേട്ടോ, അപ്പോൾ ഒക്കെ കറക്റ്റ് ആവണം. അതാണ് അടുത്ത കാര്യം. അവിടെ പ്രോഫിറ്റ് എഴുതി, എന്നിട്ട് നമ്മൾ അണ്ടർലൈൻ ചെയ്തു, ഡബിൾ ലൈൻ ചെയ്തു. ഇനി പ്രോഫിറ്റ് എടുത്ത് എഴുതാം. പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുള്ള പ്രോഫിറ്റ്
P&L അക്കൗണ്ടിലെ നെറ്റ് പ്രോഫിറ്റ് 24,000 ആണ്. അതെടുത്ത് എഴുതുക. 24,000. അതിനെ 1600 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 15 റുപ്പീസാണ് പെർ യൂണിറ്റിൽ വരിക. 15. ഇത് ആഡ് ചെയ്യുക. അപ്പോൾ സെയിൽസ് കിട്ടും. 0, 0, 32,000. ഇവിടെ ₹200. 3,20,000 32,000 അല്ല, 3,20,000 200 റുപ്പീസും. ഇത് 32,000 അല്ല കേട്ടോ, 3,20,000 200. ഇതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? സെയിൽസ്. അപ്പോൾ ഇവിടെ പ്രോഫിറ്റും സെയിൽസും നമുക്ക് തന്നിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ ഐറ്റംസും തന്നിട്ടുണ്ട്. അതിനൊരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക്, കോസ്റ്റ് ഷീറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് മാറ്റുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ നമ്മൾ ചെയ്തത്. വേറൊരു അഡീഷണൽ വർക്കും ചെയ്തിട്ടില്ല. ഒരു നോർമൽ ക്വസ്റ്റ്യൻ ആണ്. അടുത്തതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇനി നമുക്ക് കുറച്ചൊരു 6 പോയിൻറ്റോളം തന്നിട്ടുണ്ട്. ആൻറ്റിസിപ്പേറ്റഡ് ചേഞ്ചസ് ആയിരിക്കാം. അത് വെച്ച് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ അടുത്ത ബേസ്, അല്ലെങ്കിൽ എന്താണ് ബേസ് അല്ല, കൊട്ടേഷൻ കോസ്റ്റ് ഷീറ്റ് വരയ്ക്കേണ്ടത്. നമുക്ക് ബോർഡ് ക്ലീൻ ചെയ്തിട്ട് അടുത്ത കോസ്റ്റ് ഷീറ്റിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് വരച്ച് വെച്ചിട്ടുണ്ട്. 2000 ഫാനിൻ്റെ ആണ്. എങ്ങനെയാണ് 2000 ഫാനിൻ്റെ സെയിൽസ് പ്രൈസ് കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്ക് ചില ചേഞ്ചസ് ഒക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. മെറ്റീരിയൽസിൻ്റെ റേറ്റ് 40 ആണ്. 40യുടെ കൂടെ 25% ഇൻക്രീസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 40യുടെ 10% 4, then 4, then 2, 4 4 8, 2 10 രൂപ. അപ്പോൾ 50 രൂപ പെർ യൂണിറ്റ്. 50 രൂപ. ദെൻ 2000 യൂണിറ്റിന് വരുമ്പോൾ 1 lakh. മെറ്റീരിയൽസ് കഴിഞ്ഞാൽ അടുത്തത് വേജസ് ആണ്. വേജസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 60 രൂപയാണ്. കഴിഞ്ഞ ബേസ് കോസ്റ്റ് ഷീറ്റിൽ 60 രൂപയാണ്. പക്ഷേ ഇപ്രാവശ്യം 12%. 60 പ്ലസ് 12.5%. 12%. അപ്പോൾ 67 രൂപ 50 പൈസ കൂട്ടിയിട്ടുള്ള, രണ്ടും കൂടി കൂട്ടിയിട്ടുള്ള എമൗണ്ട്, അതായത് 60 പ്ലസ് 7.5 രൂപയാണ്. 12% എന്ന് പറയുമ്പോൾ 7.5 രൂപയാണ് വരിക. 67 രൂപ 50 പൈസ. അത് 2000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1,35,000. 1,35,000. പ്രൈം കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആഡ് ഫാക്ടറി ഓവർഹെഡ് എന്നാണ് നമുക്ക് പറയേണ്ടത്. പക്ഷേ ഇവിടെ മാനുഫാക്ചറിങ് എക്സ്പെൻസസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ തന്നെ എഴുതുക. മാനുഫാക്ചറിങ് എക്സ്പെൻസ് ആണ്. മാനുഫാക്ചറിങ് എക്സ്പെൻസസിനോട് പറഞ്ഞിട്ടുള്ളത് വിൽ റൈസ് ഇൻ പ്രൊപ്പോർഷൻ ടു ദ കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് വേജസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മെറ്റീരിയൽസ് ആൻഡ് വേജസിൻ്റെ കമ്പൈൻഡ് പ്രൊപ്പോർഷനിലാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. അതേ പ്രൊപ്പോർഷനിലാണ്. അപ്പോൾ ഇപ്പോഴത്തെ മെറ്റീരിയൽസ് ആൻഡ് വേജസ് എത്രയാണ്?
ഇപ്പോഴത്തെ മെറ്റീരിയൽസ് ആൻഡ് വേജസ് 117.50 divided by 100. Then manufacturing expense നേരത്തെ ബേസ് കോസ്റ്റ് ഷീറ്റിൽ 25 രൂപയായിരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, 25 ഇൻറ്റു 117 രൂപ 50 പൈസ ഡിവൈഡ് ബൈ 100. ഈ പ്രപ്പോർഷനിൽ ഉള്ള ഇൻക്രീസ് ഇൻറ്റു 25. അപ്പോൾ 29.375 29.375. ഈ 3 ഡെസിമലിലേക്ക് എടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ 3 ഡെസിമലിലേക്ക് എടുത്തില്ലെങ്കിൽ ആൻസറിൽ വലിയ വ്യത്യാസം വരും. ഒരു 2000 യൂണിറ്റിൻ്റെ വ്യത്യാസം വരുന്നുണ്ടല്ലോ, അല്ല 2000 യൂണിറ്റ് വരുന്നുണ്ടല്ലോ. അപ്പോൾ 58,750. 58,750. 0, 5, 7, 8, 5, 11, ബാക്കി 1, 5, 3, 8, 9. ഇവിടെ 5, 7, 8, 9, 17, 16, ബാക്കി 146.875. ദെൻ 2,93,750. ഇതിനെയാണ് നമ്മൾ ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക്സ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഫാക്ടറി കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് ആഡ് ഓഫീസ് ഓവർഹെഡ് അല്ലേ. നമ്മൾ പറയുന്നത് ഓഫീസ് ഓവർഹെഡ് ആണ്. അതിന് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. അഡ്മിൻ ഓവർഹെഡ്സ് എന്നാണ് ഞാൻ പറയുന്നത്. അതിൽ നേരത്തെ നമുക്കറിയാം കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതിൽ ഒരു ഐറ്റം അല്ല, ഒന്നിലധികം ഐറ്റംസ് അതിൽ വരുന്നതാണ്, ഒരു ഐറ്റം മാത്രമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഐറ്റമായിട്ട് എഴുതാം. ആദ്യം ഓഫീസ് സാലറി, അതാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാദ്യം എഴുതുക, ഓഫീസ് സാലറീസ്. ഓഫീസ് സാലറീസ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച ഓഫീസ് സാലറി എന്ന് പറയുന്നത് 48,000 ആണ് നമുക്ക് നേരത്തെ തന്നിട്ടുള്ളത്. ഓഫീസ് സാലറി തന്നിട്ടുള്ളത് ആ 48,000 തന്നെ നമുക്ക് എഴുതാം. കാരണം അത് ഫിക്സഡ് ആണ് എന്നുള്ള അസംഷനിലാണ്. ഓഫീസ് സാലറീസ് 48,000. അതായത് ഓഫീസ് സാലറി പോലെയുള്ള മറ്റേ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് പോലെയുള്ള ഐറ്റംസ് ഇറ്റ് ഈസ് എന്താണ്, അതർ എക്സ്പെൻസസ് വിൽ റിമെയിൻ അൺഅഫക്റ്റഡ് ബൈ ദ റൈസ് ഇൻ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ് 48,000 അവിടെ എഴുതാൻ കാരണം. റെൻ്റ് ആൻഡ് റേറ്റ്സ് ഒന്നിച്ച് എഴുതിയാലും മതി കേട്ടോ. റെൻ്റ് ആൻഡ് റേറ്റ്സ്. ജനറൽ എക്സ്പെൻസസ് നേരത്തെ ചെയ്ത അതേപോലെ ചെയ്താലും മതി. 24,000. ഇതാകുമ്പോൾ ഓരോന്നിനെയും നമ്മൾ പെർ യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നിൽക്കണം. അപ്പോൾ 24, 4, 12. ആഡ് ചെയ്യുന്ന സമയത്ത് വരുന്ന കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 186.875. അപ്പുറത്ത് 3,73,750. ഇതാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ.
കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ദെൻ അടുത്തത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് സെല്ലിംഗ് എക്സ്പെൻസസ്. ആഡ് സെല്ലിംഗ് എക്സ്പെൻസസ് നമുക്ക് തന്നിട്ടുള്ളത് സെല്ലിംഗ് എക്സ്പെൻസസ് പെർ യൂണിറ്റ് വിൽ റിമെയിൻ അൺചേഞ്ച്ഡ് എന്നാണ് പറഞ്ഞത്. സെല്ലിംഗ് എക്സ്പെൻസസ് പെർ യൂണിറ്റ് റിമെയിൻ അൺചേഞ്ച്ഡ്. അപ്പോൾ പെർ യൂണിറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് റിമെയിൻ അൺചേഞ്ച്ഡ് എന്ന്. അപ്പോൾ പെർ യൂണിറ്റ് അൺചേഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പെർ യൂണിറ്റിൽ മാറ്റില്ല, അപ്പോൾ അത് വേരിയബിൾ ആണെന്നാണ്. അങ്ങനെയാണല്ലോ പറയാം. അതായത് വേരിയബിൾ പെർ യൂണിറ്റ് ഫിക്സഡ് ആയിരിക്കും. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എപ്പോഴും വേരിയബിൾ ആയിരിക്കും. അപ്പം 196.875 390 20,000 ആണ് വരിക. 2000 അല്ല, അപ്പോൾ 20,000 ആണ് വരിക. ചെയ്ത് തെറ്റിയതാണ്. 393,750 ആണ് വരിക. ഓക്കെ, അതാണ് ടോട്ടൽ കോസ്റ്റ്. ഇനി നമുക്ക് പ്രോഫിറ്റ് നമുക്ക് പ്രൈസ് ഓഫ് മെറ്റീരിയൽസ്, സെല്ലിംഗ് പ്രൈസോ പ്രോഫിറ്റോ നമുക്ക് തന്നിട്ടില്ല. ഉണ്ട്, താഴെ പറഞ്ഞിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ഓഫ് 10% ഓൺ ദ കോസ്റ്റ് പ്രൈസ്, 10%. ലാസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് എഴുതുക, കോസ്റ്റിൻ്റെ 10%. കോസ്റ്റിൻ്റെ അപ്പോൾ ഇവിടെ എഴുതിക്കോളൂ 10% ഓഫ് കോസ്റ്റ്, ബ്രാക്കറ്റിൽ എഴുതുക. 10% എന്ന് പറയുമ്പോൾ ഇവിടെ 3, 9, 3, 7, 5. ഇവിടെ 1, 9, 6, 8, 7. 10% നമുക്ക് എഴുതാൻ എളുപ്പമാണ്. 19.687, മറ്റടുത്ത് 39,375. അതന്നെ 216.562. 4,33,125. ഇതിനെ സെയിൽസ് എന്ന് പറയാം. അപ്പോൾ ഇത്രയാണ് ഈ ക്ലാസ്സിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഇത് ക്വസ്റ്റ്യനൊക്കെ സാധാരണ ക്വസ്റ്റ്യൻ തന്നെ. ഇത് പക്ഷേ ഇവിടെ ചെയ്യാമെന്ന് വിചാരിച്ചത് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ള ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇത് ചെയ്യുമ്പോൾ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും എന്തിന് വരില്ല, ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് വരുന്നില്ല. എന്തായാലും ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.